ഒരു 10 മിനിറ്റ് ആഴ്ചയിൽ 5 ദിവസം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? അതിൻ്റെ സ്റ്റഡി പ്ലാൻ എല്ലാമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ എന്താ ഇതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും എത്ര എഫേർട്ട് ഇടാനും തയ്യാറാണ് ഇംഗ്ലീഷ് ഒന്ന് നന്നാക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഇംഗ്ലീഷ് നന്നാക്കുക എന്ന് പറയുന്നത് ടീച്ചറുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടിനെക്കാളും സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്താണ്. പക്ഷെ എങ്ങനെയാണ് ഈ എഫേർട്ട് ഇടേണ്ടത്, എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പലർക്കും അറിയാണ്ട് പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മൺഡേ ടു ഫ്രൈഡേ ഒരു വീക്കിൽ നിങ്ങൾ 10 മിനിറ്റ് എങ്ങനെ മാറ്റി വെച്ചാൽ ഇംഗ്ലീഷിൽ നല്ല പ്രാക്ടീസ് കിട്ടിയിട്ട് ഫ്ലുവൻ്റ് ആക്കാൻ പറ്റും, പിന്നെ അതിന് എന്തൊക്കെ റിസോഴ്സാണ് നമ്മൾ റിലൈ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പല പല സാധനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ, അതിൽ നല്ല മെറ്റീരിയൽസ് നല്ല റിസോഴ്സസ് ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ 5 ദിവസത്തിൽ 10 മിനിറ്റ് മാറ്റി വെച്ച് പഠിക്കേണ്ട കാര്യമില്ലേ, അതെല്ലാം കൂടെ ഒരു ദിവസം ഒരു മണിക്കൂറിന് ഞാൻ തയ്യാറാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ 1 മണിക്കൂർ പഠിക്കാൻ ഇരിക്കരുത്. അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് പഠിക്കേണ്ട കാര്യമല്ല. 10 മിനിറ്റ് പഠിച്ചിട്ട് അത് 10 മിനിറ്റ് പഠിച്ചു, നാളത്തെ 10 മിനിറ്റിന് വെയിറ്റ് ചെയ്യണം നിങ്ങൾ. ഇന്ന് 1 മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾക്ക് ആകെ അയ്യോ ഇനി 1 മണിക്കൂർ പഠിച്ചു അല്ലേ, നാളെ 1 മണിക്കൂർ, ആ മോട്ടിവേഷൻ പെട്ടെന്ന് തീർന്നു പോകും. 10 മിനിറ്റ് ആകുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യും. അപ്പോൾ ഉറക്കമുണർന്ന് ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ വാട്സപ്പ് എടുത്ത് ഗുഡ് മോർണിംഗ് മെസ്സേജുകളൊക്കെ വായിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ 10 മിനിറ്റ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സ്പീക്കിങ്ങും പ്രൊനൗൺസിയേഷനും വൊക്കാബുലറിയും ഗ്രാമറും സെൻറ്റൻസസും ഒക്കെ നന്നാവുക, അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം ഡേ 1 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വൊക്കാബുലറിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വൊക്കാബുലറി എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു എന്താണ് വൊക്കാബുലറി എന്ന്. നമ്മൾ ഒരു ലാംഗ്വേജിൽ ഒരു ഭാഷയിൽ ഉണ്ടാവുന്ന പദാവലിയില്ലേ, ഇപ്പോൾ മലയാളത്തിൽ കുറേ വാക്കുകളില്ലേ, ഉണ്ണുക, ഉറങ്ങുക, പാടുക, ചാടുക, അങ്ങനെ എല്ലാ വാക്കുകളില്ലേ മലയാളം എന്ന് പറയുന്ന ആ ഭാഷയിലത്തെ, അത് മലയാളത്തിൻ്റെ വൊക്കാബുലറിയാണ്. അതുപോലെ ഓരോ ഭാഷയ്ക്ക് ഓരോ വൊക്കാബുലറി ഉണ്ടാവും എന്ന് വെച്ചാൽ പദാവലി. അതൊരു ഭാഷയുടെ പദാവലി ആവാം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആവാം. ഇപ്പം എനിക്കറിയാവുന്ന കുറച്ച് വാക്കുകൾ ഉണ്ടാവില്ലേ, ഞാൻ മലയാളം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ, അത് എൻ്റെ വൊക്കാബുലറിയാണ്. എൻ്റെ മലയാളത്തിൻ്റെ അല്ല, എൻ്റെ മലയാളത്തിലെ എൻ്റെ വൊക്കാബുലറി. അപ്പോൾ ഒരു ഭാഷയുടെ വൊക്കാബുലറി ആവാം, അല്ലെങ്കിൽ ഒരാളുടെ വൊക്കാബുലറി ആവാം, അയാൾക്ക് അറിയാവുന്ന വാക്കുകൾ. സിമ്പിളായി പറഞ്ഞാൽ വാക്കുകളുടെ ഒരു കൂട്ടം. ഓക്കെ, അപ്പോൾ അത് കേട്ടിട്ട് പേടിക്കണ്ട. അപ്പോൾ നമ്മൾ വാക്കുകൾ അറിയാണ്ട് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുക? അതുകൊണ്ട് വൊക്കാബുലറി പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. വൊക്കാബുലറി പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ യൂട്യൂബിൽ യൂസ്ഫുൾ ഇംഗ്ലീഷ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ വാക്കുകൾ പഠിപ്പിക്കാറുണ്ട്. അത് കണ്ടാൽ തന്നെ അതിൽ ഞാൻ സാമ്പിൾ സെൻറ്റൻസസ് ഒക്കെ റെലവൻ്റ് ആണെങ്കിൽ ഇടാറുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് വേർഡ്സ് പഠിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഒരു ദിവസം ഒരു വീഡിയോ എടുക്കുക, അതിലത്തെ വാക്കുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ആ വാക്കുകൾ ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുക. എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കും? മലയാളം എഴുതിയിട്ട് അതിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കരുത്. പകരം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഓക്സ്ഫോർഡ് ലേണേഴ്സ് ഡിക്ഷണറി അല്ലെങ്കിൽ കേംബ്രിഡ്ജ് ഡിക്ഷണറി. ഇത് രണ്ടും ഇംഗ്ലീഷിലാണ് ഈ വാക്കുകളുടെ എക്സ്പ്ലനേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, മലയാളത്തിലല്ല. പക്ഷെ അങ്ങനെ തന്നെ വേണം പഠിക്കാൻ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കട്ടിയുള്ളൊരു വാക്കാണ്, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു വാക്കാന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് ആക്സെപ്റ്റ്, സ്വീകരിക്കുക, അതാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് എന്നുള്ളത് ഞാൻ കുറേ വാക്കുകൾ ഇട്ടിട്ടുണ്ടല്ലോ, അതിന് ഒരു വാക്ക് എടുക്കുക, എന്നിട്ട് അത് ഈ ഡിക്ഷണറി പോയിട്ട് എൻ്റർ ചെയ്ത് നോക്കുക. അപ്പോൾ അവർ അതിൻ്റെ അർത്ഥം സിമ്പിൾ ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായി മനസ്സിലാക്കാവുന്ന വാക്കുകളിൽ പറഞ്ഞു തരും. അപ്പോൾ അത് നോക്കുക. അതിൻ്റെ അടിയിൽ കുറേ ഇംഗ്ലീഷ് സെൻറ്റൻസസ്, ഈ വാക്ക് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകൾ ഉണ്ടാവും. അതുണ്ടാവുമ്പോൾ അതും നോക്കുക. അത് മാത്രമല്ല പ്രൊനൗൺസിയേഷൻ നോക്കാൻ പറ്റും ഓരോ വാക്കിൻ്റെ, അതും നോക്കുക. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്താൽ അതിലൊരു ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ഇനി ആക്റ്റീവായിട്ട് ആ ഗ്രൂപ്പിൽ കുറച്ചുകൂടെ വേർഡ്സും ഒക്കെ ഇട്ടിട്ട് ഒന്ന് എൻഗേജ്ഡ് ആക്കണം ആ ഗ്രൂപ്പ് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇവിടെ കാണിക്കാം കേട്ടോ. അടുത്തത് ഡേ 2 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലിസണിങ് പ്രാക്ടീസിലാണ്, കേൾക്കുന്നതിന്. ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, BBC-യുടെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, നല്ലതാണത്. 2 ആൾക്കാർ തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ അവർ തമ്മിൽ കൊച്ചു വർത്താനം പറയുന്നതും എങ്ങനെയാണ് ആ സംഭാഷണം മുന്നോട്ട് പോകുന്നതും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുപയോഗിച്ചിട്ട് നിങ്ങൾ ലിസണിങ് പ്രാക്ടീസ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെറിയ വീഡിയോസ് 2-3 മിനിറ്റുള്ള വീഡിയോസേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്തിട്ട് എന്നുവെച്ചാൽ കേട്ടിട്ട് അതിൽ നിങ്ങൾക്ക് പുതിയ വാക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ സെൻറ്റൻസിൽ എഴുതി വയ്ക്കാം. സെൻറ്റൻസ് മൊത്തം എഴുതി വയ്ക്കുക, വാക്ക് മാത്രമല്ല. എന്നിട്ട് ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം എഴുതി വയ്ക്കുമ്പോൾ. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് നമ്മൾ 10 മിനിറ്റിൻ്റെ പ്രാക്ടീസ് അല്ലേ, നമ്മൾ ഇത് വീണ്ടും കേൾക്കുക, ഒരു പ്രാവശ്യം കേട്ടിട്ട് വീണ്ടും കേൾക്കുക. അപ്പോൾ കൂടെ പറയാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു വീഡിയോ മാത്രം എടുത്തിട്ട്
10 മിനിറ്റ് അതിൽ ഫോക്കസ് ചെയ്യാം. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അതിലത്തെ വാക്കുകളൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ ലിസണിങ് പ്രാക്ടീസ്. പലപ്പോഴും ആൾക്കാർ വിചാരിക്കും ഈ ലിസൺ ചെയ്യുമ്പോൾ കേൾക്കുന്നു എന്ന് മാത്രം, കേട്ടാൽ എനിക്ക് മനസ്സിലാവും, പ്രശ്നമില്ലല്ലോ, അപ്പോൾ എന്തിനാണ് ഞാൻ ലിസൺ ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ നല്ല ഇംഗ്ലീഷ് കേട്ടാലാണ് പല പ്രയോഗങ്ങളും അല്ലെ, പല വാക്കുകളും പ്രയോഗിക്കുന്നത്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഇപ്പം നമ്മൾ മലയാളം കുറേ കേട്ടിട്ടല്ലേ സ്വാഭാവികമായിട്ട് സംസാരിക്കാൻ പഠിക്കണത്. ഈ കുട്ടികളൊക്കെ അങ്ങനെയാണ് പഠിക്കണേ. അപ്പോൾ അതേപോലെ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് പറയുന്ന കേട്ടിട്ട് നിങ്ങൾ ആ ശൈലി അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ പോഡ്കാസ്റ്റ് ഒക്കെ കണ്ടിട്ട് അവർ എങ്ങനെയാണ് പരസ്പരം കളിയാക്കുന്നത്, എങ്ങനെ തമാശ പറയണത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളത്തിലുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാണ്ട് അവരുടെ ശ്രദ്ധിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഈ ലിസ്ണിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതിപ്പോൾ ഒന്നും സംഭവിക്കണില്ലല്ലോ, ഞാൻ പ്രത്യേകിച്ച് എന്താ പഠിച്ചപ്പോൾ ഇത് വാക്ക് ഞാൻ ഓക്കെ പഠിച്ചു, ഇതാണ് ഇപ്പോൾ ഇത്ര വലിയ കാര്യം എന്ന്. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഈ ലിസ്ണിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കുറച്ച് കഴിയുമ്പോഴേ ഈ ലിസ്ണിങ്ങിൻ്റെ എത്രമാത്രം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ നന്നായിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് ഒരു ദിവസം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മാറ്റമൊന്നുമില്ലാന്ന്. പക്ഷേ ലിസ്ണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എന്നെ വിശ്വസിക്കുക. അത് എന്തിനാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ബെനിഫിറ്റ് മനസ്സിലാവും. ഇനി ഡേ 3 ആണ്. ഡേ 3 നമ്മൾ സ്പീക്കിങ്ങും പ്രൊനൗൺസിയേഷനിലാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ അതിന് എന്ത് വേണമെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കണ്ട ഒരു വീഡിയോ ഇല്ലേ, അതിൽ നമ്മൾ സെൻറ്റൻസസ് പഠിച്ചില്ലേ, ആ സെൻറ്റൻസസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഫോണിൽ റെക്കോർഡ് ചെയ്യാം. എന്നിട്ടത് കേട്ട് നോക്കാം. അപ്പം നമ്മൾ ഇന്നലെ കണ്ട വീഡിയോ തന്നെയാണ്, വേണമെങ്കിൽ ഒന്നുകൂടെ കേൾക്കാം. ആ സെൻറ്റൻസസ് നിങ്ങൾ പറയുമ്പം ഫോണിൽ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഒരു സെൻറ്റൻസ് അല്ല, 2-3 സെൻറ്റൻസുകൾ, അത് കൂടുതൽ വേണ്ട, 2-3 സെൻറ്റൻസുകൾ കേട്ട് പഠിച്ച് ഫോണിൽ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കേട്ട് നോക്കുക. നിങ്ങൾ അവിടെ കേട്ടതുപോലെ തന്നെയാണോ നിങ്ങൾ പറഞ്ഞത് നോക്കുക. ശരിയായിട്ടില്ലെങ്കിലോ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യുക. ഒരേ സാധനം തന്നെ റെക്കോർഡ് ചെയ്താൽ മതി. കുറേ വേറെ വേറെ സാധനങ്ങൾ ഒരു ദിവസം ചെയ്യാൻ നിൽക്കരുത്. ഒരു 3 സെൻറ്റൻസ് നിങ്ങൾ ഇന്നലെ കേട്ടത് അടുപ്പിച്ചടുപ്പിച്ചുള്ള സെൻറ്റൻസ് കേട്ടോ, ഇവിടുന്ന് പറഞ്ഞെടുത്തു പിന്നെ അറ്റത്തുനിന്ന് പറഞ്ഞെടുത്തു, അങ്ങനെയല്ല, ഒരു ഓർഡറിൽ പോണ സെൻറ്റൻസുകൾ, ചെറുതാണെങ്കിലും കുഴപ്പമില്ല. ആ 3 സെൻറ്റൻസുകൾ നന്നായി പഠിക്കുക, കേട്ടിട്ട് എന്നിട്ട് അത് ഫോണിൽ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് കേൾക്കുക. അത് പോരാൻ തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഡേ 4. ഡേ 4 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമർ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗ്രാമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഷയിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ഉള്ള റൂൾസാണ് ഗ്രാമർ. അപ്പോൾ ഈ ഗ്രാമർ പഠിക്കുന്നത് ഒരു ഭാഷേനെ കുറച്ചുകൂടെ അടുത്ത് അറിയാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 16 വീഡിയോസുള്ള പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഒരു വീഡിയോ എടുക്കുക, അത് 10 മിനിറ്റ് കാണാം. അടുത്ത ദിവസം അതിൻ്റെ ബാക്കി കണ്ടാൽ മതി. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മുഴുവൻ കാണാം. വളരെ സിമ്പിളായി പറഞ്ഞു തരുന്ന വീഡിയോസാണ്. അപ്പോൾ 2 പ്ലേലിസ്റ്റ് ഉണ്ട്. ഒന്ന് ഒരു 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ്, അത് വളരെ സിമ്പിളായി ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവിടെ നിന്ന് തുടങ്ങാം. ഇനി നിങ്ങൾക്ക് കുറച്ചറിയാം, അപ്പോൾ പെട്ടെന്നൊന്ന് തീർക്കണം എന്നുണ്ടെങ്കിൽ 10 വീഡിയോസിൻ്റെ വേറൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് പുതിയതായിട്ട് തുടങ്ങിയതാണ്. അത് വേണമെങ്കിൽ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലൈവ് സെഷൻസ് വെക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച്. അപ്പോൾ ലൈവിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് ടെസ്റ്റും ചെയ്യാം. ഓക്കെ, ലൈവ് സെഷൻ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ഞാൻ പൊതുവെ പോസ്റ്റ് ഇടാറുണ്ട്. ഇന്ന ദിവസം ലൈവ് ഉണ്ടാവും, ആ സമയത്ത് എല്ലാവരും വന്നാൽ അവിടെ വെച്ച് കാണാം. നമുക്ക് എന്നുവെച്ചാൽ ലൈവ് യൂട്യൂബ് ലൈവിൽ കാണാം. അതിന് എൻ്റെ യൂട്യൂബിലെ പോസ്റ്റ് നോക്കിയാൽ മതി. അവിടെ എപ്പോഴാണ് ഞാൻ ലൈവ് വരിക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി 5-ാമത്തെ ദിവസം റീഡിങ് ആൻഡ് റിഫ്ലക്ഷന് വേണ്ടി മാറ്റി വെച്ചതാണ്. വായിച്ച് നമ്മൾ സ്വയം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്? ഒരു ആർട്ടിക്കിളോ ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റോറിയോ നമ്മൾ വായിക്കണം. വായിക്കുന്നതും ഈ സെൻറ്റൻസുകൾ നന്നായി ഉണ്ടാക്കാനും വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ഫ്രേസസ് ഒക്കെ നന്നായി കിട്ടാനും വായിൽ വരാനൊക്കെ ഇതിൻ്റെ പ്രാക്ടീസ് ഹെൽപ്പ് ചെയ്യും. റീഡിങ്ങിൻ്റെ, ലിസണിങ്ങിൻ്റെയും ഹെൽപ്പ് ചെയ്യും, റീഡിങ്ങിൻ്റെയും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 5-ാമത്തെ ദിവസം നമ്മൾ റീഡിംഗ് ആണ്. അപ്പോൾ എന്ത് റീഡ് ചെയ്യും? ഞാൻ അതിനുള്ള റിസോഴ്സ് പറഞ്ഞു തരാം. ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ നല്ല സ്റ്റോറീസ് ഉണ്ട്. നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ A1 ആണ് ഒട്ടും അറിയാത്ത ലെവലിൽ തുടങ്ങണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയത്. പിന്നെ A2 ഉണ്ട്, B1 ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് കുറച്ച് കട്ടിയുള്ളത് വേണമെങ്കിൽ B1 പൊക്കോളൂ, കുറച്ച് സിമ്പിളായത് വേണമെങ്കിൽ A1 എടുത്താൽ മതി. എന്നിട്ട് ഇത് വായിക്കുക. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഉത്തരം പറയാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സസൈസ് പോലെ അവർ ശരിയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തരും. എന്നുവെച്ചാൽ ശരിയല്ലെങ്കിൽ ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ശരിയായ ഉത്തരം ഏതാണ് എന്നൊക്കെ കാണിച്ചു തരും. അത് മാത്രം ചെയ്താൽ പോരാ, അത് വായിച്ചിട്ട് നിങ്ങൾ വായിച്ച സംഭവമില്ലേ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ സ്വയം നിങ്ങളുടെ ഭാഷയിൽ അതിൻ്റെ ഒരു സമ്മറി ഉണ്ടാക്കുക. എന്തെങ്കിലും ചെറിയ 2-3 സെൻറ്റൻസോ
എന്താ അത്, ആ സ്റ്റോറി എന്തിനെക്കുറിച്ചാന്നുള്ളത് നിങ്ങളുടെ വാക്കുകളിൽ എഴുതുക. അപ്പം മിസ്റ്റേക്ക് വരും, അത് സാരമില്ല, എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു 2-3 സെൻറ്റൻസിൽ എഴുതിയാൽ മതി കേട്ടോ, അതിൽ കൂടുതലൊന്നും എഴുതണ്ട. സാധാരണ പോലെ 10 മിനിറ്റ് ഇതിനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും കുറച്ച് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ എപ്പോഴും ഒരു ദിവസം കുറേ ഇരുന്ന് വർക്ക് ചെയ്യണേക്കാട്ടും എല്ലാ ദിവസവും ഇത്തിരി ഇത്തിരി വർക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ല റിസൾട്ട് തരിക. അപ്പോൾ 5 ദിവസം കൊണ്ട് 5 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 5th ഡേ റീഡിങ് ചെയ്തു, പിന്നെ റൈറ്റിങ്ങും ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യുക. ഇതിൽ മിസ്റ്റേക്കൊക്കെ വരാം, മിസ്റ്റേക്ക് വന്നാലല്ലേ നമ്മൾ പഠിക്കുക. ഇപ്പോൾ എഴുതുന്നതിൽ മിസ്റ്റേക്ക് വരാം. നിങ്ങൾക്ക് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യണമെങ്കിൽ ChatGPT ഇത് ഇട്ട് കൊടുത്തിട്ട് പ്ലീസ് കറക്റ്റ് ദിസ് എന്ന് പറയാം. അപ്പോൾ അവർ കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഈ 5 ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് വരും. അടുത്ത ആഴ്ച വരുമ്പം വീണ്ടും ഈ 5 കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. ചെയ്യോ? ഇത് നിങ്ങളുടെ ഇംഗ്ലീഷ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്കിനി ഇംഗ്ലീഷ് ഒരു കോഴ്സൊക്കെ എടുത്ത് പഠിക്കാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ 15 മിനിറ്റ് എല്ലാ ദിവസവും ഒരു 90 ദിവസം മാറ്റി വയ്ക്കണം. അപ്പോൾ 15 മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ നമുക്കത് സാധിക്കുന്ന കാര്യമാണല്ലേ. അതിൽ ചെറിയ ചെറിയ വീഡിയോസായിട്ടാണ് നിങ്ങൾ പഠിച്ചത് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി ക്വിസ് ഉണ്ട്. അപ്പോൾ മിക്കവാറും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും സ്റ്റുഡൻസിന് അവർക്കൊരു മനസ്സിലൊരു വിചാരം ഉണ്ടാവും, എന്ന് വെച്ചാൽ ഇതിങ്ങനെയാണെന്ന്. നമ്മൾ പറഞ്ഞാലും അവർക്ക് അത് മനസ്സിലാവില്ല, ഇത് വേറൊരു കാര്യമാണ് പറയണേന്ന്. ഞാൻ വിചാരിച്ച കാര്യം തന്നെ ഈ പറയണേന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അത് നമുക്കറിയാം, ഇത്രയും കാലം പഠിപ്പിച്ചുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും എവിടെയാണ് എന്താണ് ചിന്ത പോകുന്നതെന്ന്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അവരുടെ ചിന്തിക്കുന്നതും ശരിയുള്ള ഉത്തരമൊക്കെ ഇട്ടിട്ട് ഞാൻ ക്വിസ് ഉണ്ടാക്കും. അപ്പോൾ ആ ക്വിസിൽ നിങ്ങൾ എന്ത് ചെയ്യും, പോയിട്ട് തെറ്റായ നിങ്ങൾ വിചാരിക്കുന്ന സാധനം സെലക്ട് ചെയ്യുമ്പോൾ അത് തെറ്റാന്ന് കാണിക്കും. അപ്പോഴാണ് മനസ്സിലാവുക, അയ്യോ ഇത് തെറ്റാണോ. അപ്പോൾ വീണ്ടും വീഡിയോ എടുത്ത് കണ്ടാൽ ഓ ഇങ്ങനെയാണല്ലേ എന്ന് മനസ്സിലാവുക. അപ്പം അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്ന ചെറിയ ചെറിയ വീഡിയോസും അത് കഴിഞ്ഞിട്ട് ക്വിസും അങ്ങനെയാണ് കോഴ്സ് ഉള്ളത്. അതിൽ സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാൻ ഫോറുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ 90 ഡേ കോഴ്സ് കഴിയുമ്പോഴേക്കും സ്റ്റുഡൻറ്റ് നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം, എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന്. പിന്നെ ഫ്ലുവൻസിയാണ്. ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ ChatGPT യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാളെ ട്രെയിനറെ എന്ന് വെച്ചാൽ ഇത്ര കാലത്തേക്കല്ലേ നമുക്ക് കിട്ടുള്ളൂ. ChatGPT ആകുമ്പോൾ നമുക്ക് വേണ്ടത്ര കാലം നമുക്ക് ഉപയോഗിക്കാം, എത്ര സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, എത്ര കാലത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം, നമ്മുടെ കൺവീനിയൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് സ്പീക്കിങ്ങും ലിസണിങ്ങും പ്രാക്ടീസ് ചെയ്യുക. അതും ഇങ്ങനെ സ്റ്റോറിയൊക്കെ വെച്ചിട്ട് ലിസണിങ്ങും സ്പീക്കിങ്ങും ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റിന് അത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ എൻ്റെ വേറൊരു കോഴ്സ് ഉണ്ട്, വാട്സപ്പ് കോഴ്സ്. അത് ഞാനിപ്പോൾ 2ാമത്തെ ബാച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു കുട്ടി അതിൻ്റെ ഒരു റിവ്യൂ തന്നിരുന്നു കേട്ടോ. ഞാനൊന്നും ചോദിച്ചൊന്നുമില്ല, ഇങ്ങോട്ട് പറഞ്ഞാണ്. അത് വേറെ ഒരു മെത്തേഡാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ്, അവർ കുറേ കേട്ടിട്ട് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് പഠിക്കുക. അപ്പോൾ കുട്ടികൾ പഠിക്കണം അതേ രീതിയിൽ, ഗ്രാമറൊന്നും കുട്ടികൾ പഠിക്കില്ലല്ലോ, ഇല്ലാണ്ട് പഠിക്കുന്ന രീതിയിലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ബേസിക് കോഴ്സിന് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. പക്ഷേ പ്രൊഫഷണലായ ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം അവർക്ക് കുറച്ചുകൂടെ എഴുതാനും ഗ്രാമറൊക്കെ അറിയേണ്ട ആവശ്യം വരും. ഇത് വീട്ടിലെ കുട്ടികളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ആൾക്കാർ അവരോടൊക്കെ ഒന്ന് സംസാരിക്കണം അല്ലേ. പൊതുവെ ഗൾഫിൽ നിന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്, ഇങ്ങനെ വീടിൻ്റെ ഡോർ അധികം തുറക്കാറില്ല, ആരെങ്കിലും അത് എന്തെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിച്ചാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അവർക്കൊക്കെ സംസാരിക്കാൻ വായിൽ അങ്ങോട്ട് നമ്മൾ ഒന്നും ആലോചിക്കാണ്ട് അങ്ങോട്ട് മലയാളം വരില്ലേ, അതേപോലെ ഇംഗ്ലീഷ് വരാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് കോഴ്സ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ജീവിതത്തിൽ സംസാരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോഴ്സ് എടുക്കാം. ഞാൻ ഇങ്ങനെ വെറുതെ പറയുന്ന ഒരാളല്ല എന്ന് എന്നെ അറിയാവുന്ന നിങ്ങൾക്ക് അറിയുണ്ടാവും. ബെനിഫിഷ്യലാണ്, എസ്പെഷ്യലി സ്ത്രീകൾക്ക് ബെനിഫിഷ്യലാണ് കേട്ടോ. പുരുഷന്മാർക്കും ബെനിഫിഷ്യൽ അല്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷേ സ്ത്രീകൾക്ക് ഈ കുട്ടികളോട് സംസാരിക്കുന്നതും അവർക്കാണ് പൊതുവെ പേടി, വീട്ടിൽ ഒതുങ്ങിക്കൂടിയൊരു പ്രശ്നമുണ്ടല്ലോ, നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങി സംസാരിക്കാൻ പറ്റാത്തത്, നെയ്ബേഴ്സിനോട് സംസാരിക്കാൻ പറ്റാത്തത്. അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായ കോഴ്സാണ്. അത് എല്ലാ മാസവും 15-ാം തീയതി തുടങ്ങും. അപ്പോൾ അടുത്ത മാസം 15-ന് തുടങ്ങും. ഇപ്പോൾ ഈ മാസം 15 ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. അടുത്ത മാസം 15-ന് വീണ്ടും തുടങ്ങും അടുത്ത ബാച്ച്. ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൾറെഡി ഫീ ഒക്കെ അടച്ച് രജിസ്റ്റർ ചെയ്ത് വെക്കാൻ പറ്റും. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. 1 മന്ത് കോഴ്സാണ് വാട്സപ്പിൻ്റെ കോഴ്സ്. അതൊരു ബേസിക് കോഴ്സാണ്. ഫുൾ കോഴ്സ് വേണമെങ്കിൽ 90 ഡേ കോഴ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ വെബ്സൈറ്റിലുണ്ടാവും കേട്ടോ. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ ഇമെയിൽ ID താഴെ കൊടുക്കാം. അപ്പോൾ ഈ 5 ദിവസം എല്ലാവരും 5 ദിവസം 10 മിനിറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾ ചെയ്യണേ, ഇന്ന് എന്താ ചെയ്യണേ എന്നുള്ളത് കമൻറ്റ് ചെയ്യോ. ഇന്നതാ പഠിച്ചേ,
ആ സമ്മറി, സ്റ്റോറിയുടെ സമ്മറി ഉണ്ടാക്കുന്ന 5th ഡേ ആണെങ്കിൽ ആ സമ്മറിയുടെ കോമൻ്റ് ആയിട്ട് ഇടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് നല്ല ആഗ്രഹിച്ച പോലെ ഇംഗ്ലീഷ് പറയാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കണു, ആശംസിക്കണു കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.